ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിന്നൂസ് കിച്ചൺ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വെജ് മയണൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിപ്പോൾ എഗ്ഗ് ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ വെജ് മയണൈസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇപ്പം നോൺ വെജ് കഴിക്കുന്നവരായാലും ചിലർക്ക് മുട്ടയുടെ എഗ്ഗിൻ്റെ വൈറ്റോ അല്ലെങ്കിൽ മുട്ട ഫുള്ളായിട്ട് നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്ത് മയണൈസ് ചെയ്താലോ ഒന്നും ഇഷ്ടപ്പെടത്തില്ല. കാര്യം പച്ച മുട്ടയാണ് നമ്മൾ മയണൈസിന് വേണ്ടിയിട്ട് എടുക്കുന്നത് എഗ്ഗ് ആകുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് എഗ്ഗ് ഇല്ലാണ്ട് എങ്ങനെ മയണൈസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിൽ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും എടുക്കുക, ഒരിക്കലും വെളിച്ചെണ്ണ എടുക്കരുത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരല്ലി വെളുത്തുള്ളിയാണ്, ചെറിയൊരു പീസ്. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് പെപ്പർ പൗഡർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പിഞ്ച് സോൾട്ടാണ്. ഇച്ചിരി എടുത്താൽ മതി, ഒരുപാടൊന്നും എടുക്കണ്ട. ഞാനിത് മിക്സിയുടെ ജാറിലാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക്, നമ്മുടെ കുഞ്ഞു ജാറില്ലേ അതിനകത്തേക്ക് മിൽക്ക് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ കഷ്ണം എടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളി, പെപ്പർ പൗഡർ, സോൾട്ട് ഇത്രയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ള് നമുക്ക് കവർ ചെയ്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് ജാറിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. മിക്സിയിൽ നമ്മൾ മയണൈസ് റെഡിയാക്കുമ്പോഴത്തേക്കും പൾസ് എന്നും പറഞ്ഞ് എഴുതിയിട്ട് ഉണ്ടാവും. 1 2 3 നമ്മൾ സ്പീഡ് കൂട്ടുന്നതിൻ്റെ റിവേഴ്സ് സൈഡിട്ട് വേണം നമ്മളിത് അടിച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് കുറേശ്ശെ എണ്ണ ആഡ് ചെയ്ത് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരുമിച്ച് ഒരിക്കലും എണ്ണ ആഡ് ചെയ്ത് കൊടുക്കരുത്. കുറേശ്ശെ ഇത് എണ്ണ അതിലേക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് റിവേഴ്സ് അടിച്ച് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് മാക്സിമം, അതിൽ കൂടുതൽ എടുക്കരുത്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക, റിവേഴ്സ് ഓൺ ചെയ്യുക, ഓഫ് ചെയ്തേക്കുക. അത് റിപ്പീറ്റ് ചെയ്ത് കുറേശ്ശെ ഓയിൽ ആഡ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ കണ്ടോ, ചെറുതായിട്ട് തിക്കായി വരുന്നുണ്ട് നമ്മളെ മയണൈസ്. ഞാനിതിലേക്ക് കുറേശ്ശെ ഓയിലും കൂടി ആഡ് ചെയ്ത് അടിക്കുക. റിവേഴ്സ് ഇട്ട് അടിക്കുക. നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് മയണൈസിൻ്റെ കട്ടിയും കൂടി വരും. ലാസ്റ്റ് നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും ഇത്. ബാക്കിയിരുന്ന ഫുൾ ഓയിൽ ഞാനിതിപ്പോൾ ഒഴിച്ചു കൊടുക്കുക അവിടെ. ലാസ്റ്റ് നമ്മൾ ഫുൾ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ റിവേഴ്സ് സൈഡ് അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ സാധാ സ്പീഡിലോട്ട് റൈറ്റ് സൈഡിലോട്ട് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചിങ്ങെടുക്കുക, അത്രേ ഉള്ളൂ. മയണൈസ് അപ്പോൾ ഞാനിത് ബൗളിലോട്ട് കോരി മാറ്റുക. മയണൈസ് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.